അമ്മയിലെ ഈ പോർവിളി പൊതുസമൂഹം ഇനി എത്ര നാൾ സഹിക്കണം? ശ്രീമതി മായ വിശ്വനാഥ്, ശ്രീ വിനു കിരിയത്ത്, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ രത്നകുമാർ പല്ലിശ്ശേരി എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീമതി മായ വിശ്വനാഥ്, ഇത് സഹിക്കുന്നതിനും അപ്പുറത്തേക്ക് പോവുകയാണല്ലോ പൊതുസമൂഹത്തിന്. ഇപ്പോൾ ആരുടെ പക്ഷത്താണ് അമ്മയിൽ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയിരിക്കും, പക്ഷേ ഒരു ദിവസം ഒരു പക്ഷത്താണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു പക്ഷത്താണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്. ഇത് നിർത്താറായില്ലേ? എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ അകത്ത് അംഗങ്ങളായ ഞങ്ങൾക്ക് പോലും ഇപ്പം അറിയുന്നില്ല. കാരണം ജൂൺ 20 വരെ കുറേ പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ എന്നല്ല, ഞങ്ങൾ കുറേ പേരുണ്ട്. പെട്ടെന്ന് എന്താണ് നടന്നതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. പെട്ടെന്ന് മറുവർഷത്തേക്ക് ചാടി ഇവർ പറഞ്ഞ നിലപാടുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ രാജിവെക്കുന്നു, അംഗത്വം രാജിവെക്കുന്നു, ഒരു പക്വതയില്ലായ്മയെ കൂടെ സ്റ്റേജിൽ നിന്ന് ചാടി ഇറങ്ങി പറയുന്നു. പക്ഷെ അന്ന് എന്തുകൊണ്ടാണ് അവർ രാജിക്കത്ത് എഴുതി കൊടുക്കാതെ പോയത്? പിന്നെ കുറച്ച് ദിവസം വരുമ്പം അവർ പറയുന്നു എനിക്ക് പ്രസിഡന്റ് സ്ഥാനം വരുന്നു. ഇതൊക്കെ ഒരു കോമഡി സിനിമയിൽ പോലും കാണാത്ത കോമഡി രംഗങ്ങളാണ് ഇന്ന് പൊതുജന മധ്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് നടക്കുന്നത്. കാരണം ഈ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് മുരളീച്ചേട്ടനും കെ പി ഗണേഷ് കുമാറും മധു അങ്കിളും എല്ലാവരും കൂടി ചേർന്നാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയിരുന്നത്. അന്ന് കുറേ വർഷം ഇന്നസെൻ്റ് എന്ന് പറയുന്ന അദ്ദേഹം പ്രസിഡന്റ്, ഇന്നസെൻ്റ് അങ്കിൾ പ്രസിഡൻ്റായിട്ട് ഇരുന്ന സമയത്തും സെക്രട്ടറി ആയിട്ട് ഇടവേള ബാബു ഇരുന്ന സമയത്തും ലാലേട്ടനും മമ്മൂക്കയും ഇപ്പോൾ ചാക്കോച്ചനും എല്ലാവരും ഉണ്ടായിരുന്ന സമയത്തൊന്നും അത് എത്ര ഭംഗിയായിട്ടാണ് അവിടെ നടന്നുകൊണ്ട് പോയത്. ഒരു ഈഗോയോ സുപ്പീരിറ്റി കോംപ്ലക്സോ അതൊന്നുമില്ലാതെ പരസ്പരം ഉത്തരവാദിത്തോടെ, പരസ്പരം ചേർന്ന് നിന്ന് അച്ചടക്കത്തോടെ, പരസ്പര ബഹുമാനത്തോടെ, പരസ്പര സ്നേഹത്തോടെ ഉണ്ടായിരുന്നതായിരുന്നു. ആദ്യമായിട്ടാണ് 31 വർഷം കഴിഞ്ഞപ്പം ഈ ഒരു ഇവർ വന്ന ശേഷം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല. പക്ഷെ സ്ത്രീകളെക്കുറിച്ച് സ്ത്രീകൾ വന്നുകൊണ്ടാണ് സ്ത്രീകൾ വന്ന് ഇവിടെ സ്ത്രീകളുടെ കുഴപ്പമല്ല, കുറച്ച് ഞാൻ അതിലൊരു തിരുത്തൽ വരുത്തിക്കോട്ടെ. താങ്കൾ കുറെ ആളുകളുടെ പേര് പറഞ്ഞു, അവരൊക്കെ ഉണ്ടായിരുന്നു. വിശ്വനാഥ് എന്റെ അച്ഛനാണ്. ശരി മായ, അതിനകത്ത് താങ്കൾ പറയുകയുണ്ടായി ഇതിപ്പോൾ ഇത്രയും ആളുകളൊക്കെ ഉള്ള സമയത്ത് എന്ത് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞ ഒരു സംഘടനയാണ് അമ്മ എന്ന്. പക്ഷേ അവര് കുഴപ്പമാണ്, ആകെ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് കണ്ടുകൊണ്ടല്ലേ സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ ജനാധിപത്യ സ്വഭാവം സംഘടനയ്ക്കുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നു അവരായിരുന്നു നല്ലതെന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഇല്ല, ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ പുതിയ ആളുകൾ ചുമതലയേറ്റത്, പല അഭിപ്രായങ്ങൾ കാണും. അല്ല, പുതിയ ആൾക്കാർ ഒരിക്കലും അല്ല. പുതിയ ആൾക്കാർ ഞാൻ പറഞ്ഞത് ഇന്നസെന്റ്, ഇടവേള ബാബു, കുറേ പേരുടെ കാര്യം പറഞ്ഞത്. ഞാൻ ഒരിക്കലും സ്ത്രീകൾ വേണം, എനിക്ക് സ്ത്രീ പുരുഷന് വേർതിരിവ് എനിക്കില്ല. ഒരു സ്ത്രീയാണ്, അൻസിബെ പോലൊരു സ്ത്രീയാണ് ഇതിൻ്റെ അകത്തുള്ള അഴിമതികൾ പലതും പുറത്തു കൊണ്ടുവന്നത്. അതെന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? ഞാൻ ഇപ്പോഴും പറയുന്നത് ഇപ്പം തിരഞ്ഞെടുത്ത ചില വ്യക്തികൾ, ആ വ്യക്തികളാണ് ഇതിനെ ഇപ്പോഴും നാറ്റിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ നേരത്തെ ഉണ്ടായിരുന്നവർ മോശമാണെന്നോ ഒരു സ്ഥലത്ത് പോലും പറഞ്ഞു. അന്നും ഇന്നും ഞാൻ പറയുന്ന നിലപാട് ഒറ്റ ഇത് തന്നെയാണ്. ഇന്നസെൻ്റ് അങ്കിൾ തന്നെയായിരുന്നു ഇവിടെ ഏറ്റവും നല്ലൊരു പ്രസിഡന്റ് എന്ന് ഞാൻ പറയും. അത് ഞാൻ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു, ഇനിയും പറയും. അല്ലെങ്കിൽ അതിനെ പോലെ അല്ലെങ്കിൽ അതുക്ക് മേലെ നിൽക്കുന്നൊരു വ്യക്തി വരട്ടെ പ്രസിഡന്റായിട്ട്, അപ്പം ഞാൻ പറയാം അല്ല ഇന്നസെൻ്റ് അങ്കിൾ അല്ലായിരുന്നു, ഇദ്ദേഹമായിരുന്നു എന്ന്. പക്ഷേ ഈ പറയുന്ന ഈ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ അവർ അമ്മയിലെ അംഗങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വന്നവരാണല്ലോ. ഇപ്പോൾ ഒരു പാനൽ എന്ന രീതിയിലല്ല എങ്കിൽ കൂടിയും അവരെല്ലാവരും വോട്ട് ചെയ്ത്, നിങ്ങൾ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വന്നവരാണ്. അപ്പോൾ ഒരു മാറ്റം ആഗ്രഹിച്ചത് കൊണ്ടാണല്ലോ അങ്ങനെ വന്നത്. അന്ന് ഞാൻ അവർക്ക് വോട്ട് എടുത്തിട്ടില്ല. ഞാനല്ലല്ല, ഒരു മിനിറ്റ് ഞാൻ അവർക്ക് വോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല ഞാൻ വോട്ടിട്ട് ജയിപ്പിച്ചതാണെന്ന്. ഞാൻ അവർക്ക് വോട്ട് കൊടുത്തിട്ടില്ല. കാരണം അവരവിടെ വന്നിരുന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ദീർഘവീക്ഷണം നേരത്തെ എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ അടുത്ത സൗഹൃദങ്ങളോടും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ചില ആൾക്കാർക്ക് അവർ വേണം. ഞാൻ
ജഗദീഷ് ചേട്ടൻ അമ്മ പ്രസിഡന്റ് നോമിനേഷൻ പിൻവലിക്കാൻ പോണെന്ന് കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇത് പിൻവലിക്കല്ലേ പ്ലീസ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ അവിടെ ഇപ്പം എനിക്ക് സംശയമുണ്ട്, ഇപ്പം ഇരിക്കുന്ന പ്രസിഡന്റ് എന്തൊക്കെയോ കളികൾ കാരണമാണ് അവർ പലവരടുത്തും പല കഥകളാണ് ജഗദീഷ് ചേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് ആ ഒരു കോൺട്രവേഴ്ഷ്യൽ വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം നോമിനേഷൻ പിൻവലിച്ചത്. അതിൻ്റെ മെയിൻ ആള് ഇപ്പോഴത്തെ ഇരിക്കുന്ന പ്രസിഡന്റാണ്. നമുക്ക് തന്നെ അറിയാം, ഇലക്ഷൻ്റെ എനിക്കൊരു 2 മാസമായിട്ട് തുടങ്ങിയ ഒരു സംശയമാണ്. ഇലക്ഷൻ്റെ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ നമ്മളെല്ലാം കണ്ടതാണ്, നിങ്ങളും കൊടുത്തത്, ഒരു മാർട്ടിൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇവർക്കെതിരെ കൊടുത്ത്. ഇപ്പം എനിക്കൊരു 2 മാസമായിട്ട് തുടങ്ങിയ ഒരു വലിയൊരു ഡൗട്ടാണ്, അത് ഇവർ തന്നെ ചിത്രീകരിച്ചൊരു കഥാപാത്രമാണോ? ഇവർക്ക് ഇതിൻ്റെ അകത്ത് ജയിക്കണം, സഹതാപ വോട്ട് നേടണം. അതിൽ ഞാൻ പോലും പെട്ടുപോയിട്ടുണ്ട്. ഞാൻ പോലും ഒരു ചാനലിൽ ചർച്ചയിൽ വിനുചേട്ടൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് സപ്പോർട്ട് ചെയ്താണ് ഞാൻ സംസാരിച്ചത്. അന്ന് ഇവർ കുറേ ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കരച്ചിൽ ബഹളം. ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച ശേഷം ഇവരും ഹസ്ബൻഡും പറയുന്നു അയാൾക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകണം 3 കോടി രൂപയ്ക്ക്. ഇവർ ജയിച്ചു കഴിഞ്ഞ ശേഷം ഈ മാർട്ടിൻ എവിടെ പോയി, ഈ കേസ് എവിടെ പോയി? ഇതൊക്കെ ഡൗട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവർ രാജിവെച്ച് പോകുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ രാജിവെക്കുന്നില്ല, ഇനി എനിക്ക് വേണം. ഇതിൽ അമ്മയിലെ ഭൂരിഭാഗം അംഗങ്ങളും ഈ ഒരു കമ്മിറ്റിയെ പിരിച്ചുവിടാൻ കൈയടിച്ച് പാസ്സാക്കിയപ്പോൾ എന്തിനാണ് ഇവർ പിന്നെയും കയറി വരുന്നത്? പക്ഷെ അവർ പറയുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ പിന്തുണ ശ്വേതാ മേനോൻ പറയുന്നത് അവർക്കുണ്ട് എന്നാണ്. ഇതിന്റെ അകത്തുള്ള ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ, മമ്മൂക്കയോ ലാലേട്ടനോ ചാനൽ വന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരെവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടോ? ശ്വേത ചേച്ചി പലതും പറയും, കാരണം അവർക്ക് പോലും ഈ ശ്വേത ചേച്ചി എടുത്ത് സംസാരിക്കാൻ പേടിയാണ്. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അവരുടെ രീതിയിൽ ഇത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളിലും ഇത് കയറ്റിവിടും. അവർക്കൊക്കെ ഫാമിലി ഉണ്ട്, അവരൊക്കെ ഉണ്ടാക്കി വെച്ചതുണ്ട്. കാരണം ഇന്ന് ആ വ്യക്തി അതാ ചെയ്യുന്ന. രമേശ് പിഷാരടി എന്ന് പറയുന്ന പാലക്കാട് MLA, അദ്ദേഹം എന്താണ് ചെയ്തത്? ഇവരുടെ സൗഹൃദ സംഭാഷണം, അവരുടെ അടുപ്പം കാരണം സംസാരിച്ച് ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ വോയിസ്, നിങ്ങളുടെ അനുവാദമെല്ലാം റെക്കോർഡ് ചെയ്യണത് എന്തൊരു തെറ്റാണ്, എത്ര മേച്ചളമായ ഒരു കാര്യമാണ്. അതിനെ ഞാൻ ചാനലിൽ കൊടുക്കുന്നു എൻ്റെ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ട്. അത് കോടതിയിൽ കൊടുത്തിട്ട് ഞാൻ പിന്നെയും അവിടെ വന്നിരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഇല്ലാതെ ആ കസേരയിൽ വന്നിരിക്കുമോ? ആ കസേരയിൽ എന്തെങ്കിലും ലാഭങ്ങളില്ലാതെ, അല്ലെങ്കിൽ ഇവരുടെ പിറകിൽ ആരാണ് ഇവരെ തന്നെ പിന്നെയും മുന്നോട്ട് കൊണ്ടുവന്നത്? അതാണ് അറിയേണ്ടത്. അല്ല, മായയും പിന്നെ മായയുടെ കൂടെ കുറെ ആളുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ പറയുന്ന ഈ മാലാ പാർവതി ഉണ്ട്, മായ വിശ്വനാഥ് ഉണ്ട്, അൻസിബയുണ്ട്, ഉഷയുണ്ട്. മായയുടെ കൂടെ ഞങ്ങളൊന്നും ഞങ്ങളുടെ ഒരു മിനിറ്റ് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഒന്നും അല്ല, ഞങ്ങളുടെ ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങളാണ്. നിങ്ങൾ ഗ്രൂപ്പായിട്ടാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയത് ഗ്രൂപ്പായിട്ടാണല്ലോ. ശ്വേതാ മേനോൻ ഞങ്ങളുടെ പേരുകൾ ഒരു വാർത്താ സമ്മേളനം വന്ന് ഇരുന്നൊരു ഗ്രൂപ്പ് ആവണമെന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയുന്ന ഒരേ കാര്യങ്ങളാണ്, നിങ്ങൾ പറയുന്ന ഒരേ കാര്യങ്ങൾ. ശ്വേതാ മേനോനെതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. വലിച്ചഴിച്ച പണം ഒരേ കാര്യങ്ങളല്ലല്ലോ പറഞ്ഞത്. പിന്നെ ശ്വേതയ്ക്ക് ഞാൻ പറയട്ടെ, ന്യായമില്ലാത്ത ഒരു കാര്യത്തിന് എതിരല്ലാതെ പിന്നെ സപ്പോർട്ട് ചെയ്യണോ? നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? ഞാൻ ശ്വേതയെ സപ്പോർട്ട് ചെയ്യണോ? ശ്വേത ചേച്ചിയെ? അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ സത്യത്തിൻ്റെ ഭാഗത്തിന്, ന്യായത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. കാരണം അമ്മ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ എത്ര പേരുടെ കഷ്ടപ്പാടുകളാണ്, എത്ര അമ്മമാർക്കാണ് കൈനീട്ടം കൊടുക്കുന്നത്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, ഒരു അഭിനേതാക്കളുടെ ഓർഗനൈസേഷൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? എത്ര നല്ല കാര്യങ്ങളാണ്, എത്ര വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നസെന്റങ്ങളും ഇടവേള ബാബുചേട്ടനെ, ലാലേട്ടനൊക്കെ. ഇനിയപ്പോൾ എന്ത് വേണമെന്നാണ് മായ പറയുന്നത്? ഇനി എന്ത് വേണമെന്നാണ് പറയുന്നത്? ഇനി എങ്ങനെ ഈ സംഘടനയെ നന്നാക്കാം? ഇപ്പോൾ തന്നെ അത് ഞാൻ പറയുന്ന ഒരു പരമാവധി ആയല്ലോ. ഒരു ഇലക്ഷൻ വരണം. അല്ലല്ല, വലിച്ചഴിച്ചപ്പെട്ടത് നടു റോഡിലേക്ക് കൊണ്ടിട്ടതാരാണ്? ഞങ്ങൾ അംഗങ്ങൾ ആരെങ്കിലും ആണോ? ഇതിന്റെ പ്രസിഡന്റ് തന്നെയാണല്ലോ വലിച്ചഴിച്ച് നടു റോഡിൽ കൊണ്ടിട്ടത്. പുറത്ത് ആരുമില്ല. ഇതിന്റെ അകത്ത് തീർക്കേണ്ട പ്രശ്നങ്ങൾ എന്തിനാണ് ഇവർ പുറത്ത് കൊണ്ടുവന്ന് നാറ്റിപ്പിക്കുന്നത്? അതാണ് ചോദ്യമുള്ളത്. ശരി, ശ്രീ വിനു കിരിയത്ത്, അങ്ങനെയാണോ? ഇതിപ്പോൾ ഒരു പക്ഷം മാത്രമാണോ ഇതിനകത്ത് ഉത്തരവാദികൾ? എന്തായാലും അമ്മ എന്ന സംഘടന ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു നാണം കെട്ട സംഘടന എന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു. കാരണം ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.